ഇന്ന് നമ്മൾ ഈസ്റ്റും ബേക്കിംഗ് സോഡയൊന്നും ഇല്ലാതെ നല്ല പഞ്ഞി പോലെ ചെയ്തെടുക്കാവുന്ന അടിപൊളി ഇഡ്ഡലി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈസ്റ്റും ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നത് അത്ര നല്ലതല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇഡ്ഡലിയും ചട്നി അല്ലെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും. അതുകൊണ്ട് തന്നെ ഇഡ്ഡലിയിൽ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അരിപ്പൊടി കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടും രാഗി കൊണ്ടൊക്കെ നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ ചെയ്യുന്നത് കോമൺ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പച്ചരി കൊണ്ടുള്ള ഇഡ്ഡലിയാണ്. സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബേക്കിംഗ് സോഡ പോലുള്ള സാധനങ്ങളൊന്നും ചേർക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതാ ഈ ഒരു ഇഡ്ഡലിയിലേക്ക് ഞാനിവിടെ സാധാരണ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചരിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് എടുക്കാം. അത് നല്ല പോലെ ഒരു 5-6 തവണ നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുതിർത്തെടുക്കുകയാണ് കേട്ടോ. അത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ഗ്ലാസ് ഉഴുന്നാണ്. നമ്മൾ പച്ചരി എടുക്കുന്നതിൻ്റെ പകുതി ഉഴുന്ന് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ 1/2 ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 1 പിടി ഉഴുന്ന് മതി കേട്ടോ. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് 1 പിടി ഉഴുന്ന് വെച്ചിട്ട് നല്ല പഞ്ഞി പോലെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന വീഡിയോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതാ ഉഴുന്നും ഒരു 2-3 തവണ കഴുകിയെടുക്കുക. ഉഴുന്ന് ഒരുപാട് തവണ കഴുകരുത് കേട്ടോ. ഉഴുന്നിലെ സ്റ്റാർച്ച് പോയി കഴിഞ്ഞാൽ നല്ലപോലെ സോഫ്റ്റായിട്ട് നമ്മുടെ ഇഡ്ഡലി കിട്ടൂല. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടെ കഴുകി ചേർത്തിട്ടുണ്ട്. ഇനി ഇതോടെ മൂടി വെച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഉഴുന്ന് കുതിർത്ത വെള്ളത്തിലാണ് കേട്ടോ നമ്മളിതെല്ലാം അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക ഉഴുന്ന്. ഇനി കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ 4 മണിക്കൂറിന് ശേഷം ഉഴുന്നും ഉലുവ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഉഴുന്നും ഉലുവയും കൂടെ ഒന്ന് നല്ലപോലെ അരച്ചെടുക്കാം. ഈ ഒരു വെള്ളം ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ പച്ചരി അരക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെള്ളം അങ്ങോട്ട് ഊറ്റി മാറ്റി വെച്ചാൽ നമുക്കിനി അരക്കുമ്പോൾ എടുക്കാൻ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഈ ഉഴുന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ല മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. ഉഴുന്ന് കുതിർത്ത വെള്ളമാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം ചേർത്ത് അരച്ചാലും മതി കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ചേർത്ത് അരക്കുക. അങ്ങനെ ആകുമ്പോൾ മിക്സി ചൂടാവുമ്പോൾ അത് ബാലൻസ് ആവും. അല്ലെങ്കിൽ നമ്മളിത് അരക്കുമ്പോൾ മിക്സി ചൂടായി കഴിഞ്ഞാൽ ഈ മാവും ചൂടാവും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു സോഫ്റ്റ്നെസ് നമ്മുടെ ഇഡ്ഡലിക്ക് കിട്ടൂല കേട്ടോ. കണ്ടോ ഇപ്പോൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് മാവ് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് കേട്ടോ. കണ്ടോ മാവ് ഇപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ച പച്ചരി ചേർത്ത് കൊടുക്കാം. പച്ചരിയിലുള്ള വെള്ളം അങ്ങോട്ട് ഊറ്റി കളഞ്ഞിട്ട് അരി മാത്രമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രത്തോളം അരി ഉഴുന്നൊക്കെ കുതിർത്തെടുക്കുന്നു അത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് കിട്ടും കേട്ടോ. ഇഡ്ഡലി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കുതിർത്തെടുക്കാൻ ശ്രദ്ധിക്കുക. കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും. അപ്പോൾ ഇതാ പച്ചരി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പച്ചരി പിന്നെ നമുക്കറിയാം എത്ര അരച്ചാലും ചെറിയ ചെറിയ തരി ഉണ്ടാവും. ആ ഒരു തരിപ്പോടെ തന്നെ ഉണ്ടാവുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചോറും കൂടെ വേണം കേട്ടോ. നമ്മൾ ഉഴുന്നെടുത്ത അതേ അളവിൽ ചോറെടുക്കാം. 1/2 കപ്പ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചോറ് അരച്ചത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇഡ്ഡലി മാവ് ഒന്ന് പുളിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടൊന്നും മിക്സ് ചെയ്യാറില്ല. ഇതുപോലൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു മാവ് നോക്കിയാൽ മനസ്സിലാവും. നല്ല ബബിൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിരിക്കും. ആ മാവ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന്. അപ്പോൾ ഇനി ഇത് മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ മാവ് ഇപ്പോൾ നല്ല തണുപ്പുള്ള കാലാവസ്ഥയല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇതുപോലെ തന്നെയാണ് വെക്കുന്നത്. നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചൂടുവെള്ളത്തിൻ്റെ മുകളിലായിട്ട് വെക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച ഒരു വീതന ഉണ്ടാവില്ലേ അടുപ്പിൻ്റെ സൈഡിൽ വെക്കാൻ പറ്റുന്നൊരു കൗണ്ടർ ടോപ്പ്, അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചാലും നല്ലതാണ്. അവിടെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ മാവ് നോക്കാം. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ആദ്യം ഞാൻ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ 1 പിടി പരിപ്പ് തുവരപ്പരിപ്പ് നല്ല പോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഈ പരിപ്പ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വരുന്ന സമയത്ത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ വെക്കാം. അപ്പോഴേക്കും പരിപ്പ് നല്ല പോലെ ഉടഞ്ഞു വരുന്ന രീതിയിൽ വെന്ത് കിട്ടും.
പരിപ്പ് വെന്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആദ്യം പുളി കുതിർക്കാനിടാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ. പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി, ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും 2 തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് ചുവന്നുള്ളി ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് ചുവന്നുള്ളി കണ്ടപ്പോൾ ഒന്ന് കളറ് മാറി വന്നിട്ടില്ലേ? ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു അടിപൊളി സാമ്പാറാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചോറിൻ്റെ കൂടെയും ഇഡ്ഡലി, ദോശ, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതാ തക്കാളി നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് മൂടി വെച്ചപ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കുള്ള പൊടികളൊക്കെ ഞാൻ ഫ്രഷ് മെയ്ഡിൻ്റെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഒരു പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പരിപ്പ് നല്ല ഉടഞ്ഞു വരുന്ന രീതിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. ആ ഒരു ഉടഞ്ഞ പരിപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കുക്കറിൽ നിന്ന് തിരിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു പാൻ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി വളരെ സിമ്പിളാണ്. ഇതിലേക്ക് നമ്മളിപ്പോൾ സാമ്പാർ പൊടിയൊന്നും ചേർത്തിട്ടില്ല. സാമ്പാർ പൊടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. 1.25 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും ഞാൻ ഫ്രഷ് മെയ്ഡിൻ്റെ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലൊരു സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി മാത്രമല്ല എല്ലാ പൊടികളും നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് മാത്രമാണ് കേട്ടോ അപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആഡ് ചെയ്യുക, അതായത് പരസ്യം ചെയ്യാൻ വേണ്ടി വെറുതെ പറയുന്നതാണെന്ന്. ഒരിക്കലും അല്ല. എനിക്ക് ഒരുപാട് ഓഫേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട് മറ്റുള്ള മസാലപ്പൊടികളൊക്കെ. പക്ഷെ ഞാൻ നല്ലത് മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ. കാരണം എന്നെ വിശ്വസിച്ച് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ഞാൻ ചതിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് അത്രയും വിശ്വാസമുള്ള ടീമാണ് ഫ്രഷ് മെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പാർ പൊടി നേരിട്ട് ചേർക്കുമ്പോൾ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 2 ചുവന്നുള്ളി കൂടെ ചേർത്തിട്ട് അതിലേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സാമ്പാർ പൊടിയുടെ കൂട്ടില്ലേ അത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ സാമ്പാർ പൊടി നേരിട്ട് ചേർക്കുകയാണെങ്കിൽ കട്ട പിടിക്കാനും കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്തത് കേട്ടോ. അപ്പോൾ ഇത് ആ പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾസിൻ്റെ മിക്സ് ഇല്ലേ, ഈ ഒരു സാമ്പാർ പൊടി ചേർത്താലേ ഇത് സാമ്പാറാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കറി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ നല്ല ചൂടുള്ള ഉള്ളി സാമ്പാർ റെഡി. പച്ചക്കറികളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ആ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ 8 മണിക്കൂറായപ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈസ്റ്റും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്ന രീതിയിൽ നല്ലപോലെ അങ്ങോട്ട് എന്താ പറയുക മറിഞ്ഞു പോകുന്നില്ല. പക്ഷെ എന്നാലും ഇത് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമുക്കിപ്പോൾ മാവ് നല്ലപോലെ പൊങ്ങി വരല്ലല്ലോ ആവശ്യം, ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി തട്ടിൽ കുഴികളിലൊക്കെ എണ്ണ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ആവി കയറ്റിയിട്ടാണ് നമ്മൾ അതിലേക്ക് മാവ് ഒഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് വിടിയിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വലിയൊരു കപ്പിൽ നമ്മൾ ഇതുപോലെ മാവ് എടുക്കുകയാണെങ്കിൽ ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആകെ അവിടെ ഇവിടെയൊക്കെ തുള്ളി ഒറ്റി ആകെ വൃത്തികേടാവും. അപ്പോൾ നമുക്ക് കുഴികളിലൊക്കെ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം, ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്യൂർ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാം കേട്ടോ. എന്നിട്ടത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു ഇഡ്ഡലി തട്ടുന്ന ഇത് എടുക്കാൻ. എന്നാൽ നല്ല ഒട്ടി പിടിക്കാതൊക്കെ കിട്ടും കേട്ടോ. കണ്ടോ ഇതിപ്പോൾ വിരൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് തൊടുമ്പോൾ തന്നെ ഇളകി വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു തേങ്ങാ ചട്നിയും പിന്നെ ഒരു നല്ല എരിവുള്ളൊരു ചമ്മന്തിയും പിന്നെ ഈ ഒരു ഉള്ളി സാമ്പാറുമാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇഡ്ഡലിയും ചട്നി അല്ലെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും.
പൊറോട്ടയും ബീഫും പത്തിരിയും ചിക്കനൊക്കെ ഉണ്ടെങ്കിലും ഇഡ്ഡലി സാമ്പാറും ഉണ്ടെങ്കിൽ അതേ അവർ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അരിപ്പൊടി കൊണ്ടുള്ള ഇഡ്ഡലി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇൻഷാ അല്ലാ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്